ഗണേഷ് കുമാറിനെതിരെ വിമർശനവുമായി കെ.സി. ജോസഫ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്റെ കുടുംബം തകർത്തുവെന്ന മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ആരോപണങ്ങളിൽ പ്രതികരിച്ച് മുൻ മന്ത്രി കെ.സി. ജോസഫ്. ഗണേഷ് കുമാർ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കേണ്ട എന്നും ഉമ്മൻചാണ്ടി ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാമെന്നും കെ.സി. ജോസഫ് പറഞ്ഞു. വിവാദ പരാമർശങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. ഗണേഷിന്റെ കുഴപ്പം കൊണ്ടാണ് മന്ത്രിസഭയിൽ നിന്ന് മാറ്റിയത്. കേസുമായി ബന്ധപ്പെട്ടാണ് ഗണേശിനോട് രാജിവെക്കാൻ UDF ആവശ്യപ്പെട്ടത്. ആരോപണങ്ങൾ തുടർച്ചയായി ഉണ്ടായതുകൊണ്ടാണ് മന്ത്രിസഭയിൽ പിന്നീട് ഉൾപ്പെടുത്താത്തത്. അതിന് ഉമ്മൻചാണ്ടിയെ പഠിച്ചിട്ട് കാര്യമില്ല. ഉമ്മൻചാണ്ടി ഒരിക്കലും കുടുംബം കലക്കുന്നയാളല്ല. അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ചെയ്തുവെന്ന് പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല. ഗണേഷ് എന്തു പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കില്ല. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ല പരാമർശം വന്നത്. ഗണേഷ് കുമാറിനെ പോലെ ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ കുറച്ചുകൂടി ഗൗരവത്തിൽ സംസാരിക്കേണ്ടതായിരുന്നു. സംസാരത്തിൻ്റെ ധ്വനി ശരിയല്ല. ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറയുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. ഉമ്മൻചാണ്ടിയുടെ പൊതുജീവിതം കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന പുസ്തകമാണ്. മടിയിൽ പൊതിയുള്ളവൻ വഴിയിൽ പേടിച്ചാൽ മതി. ഗണേഷ് കുമാർ രാജിവെക്കണമെന്നത് ഉമ്മൻചാണ്ടിയുടെ മാത്രം തീരുമാനമായിരുന്നില്ല. കേസുണ്ടായപ്പോൾ UDF ചർച്ച ചെയ്തു. UDFന്റെ നിർദ്ദേശമായിരുന്നു രാജി. മുഖ്യമന്ത്രി അത് ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് മാത്രം. അല്ലാതെ പുറത്താക്കിയിട്ടില്ല. പിന്നീട് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. മുൻമന്ത്രി കെ.സി. ജോസഫ് വ്യക്തമാക്കി. രാഷ്ട്രീയ ലക്ഷ്യം ലാക്കാക്കി ഉമ്മൻചാണ്ടിയെ കുടുക്കി LDFിലേക്ക് ചേക്കേറുകയായിരുന്നു ഗണേഷ് കുമാർ എന്ന് ചാണ്ടി ഉമ്മൻ ആരോപിച്ചിരുന്നു. സോളാർ പരാതിക്കാരിയുടെ പരാതി 18 പേജിൽ നിന്ന് 24 പേജായി കൂട്ടിയതിന് പിന്നിൽ ഗണേഷ് കുമാർ ആണെന്നും ചാണ്ടി ഉമ്മൻ ആരോപിക്കുന്നു. പിന്നാലെ ഉമ്മൻചാണ്ടിയെയും മകൻ ചാണ്ടി ഉമ്മനെയും രൂക്ഷമായി വിമർശിച്ച് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ രംഗത്ത് വന്നിരുന്നു. ഉമ്മൻചാണ്ടി തന്നെ ചതിച്ചുവെന്നും തന്റെ കുടുംബം തകർക്കാനും മക്കളെ തന്നിൽ നിന്നും വേർപിരിക്കാനും ബോധപൂർവം ശ്രമിച്ചുവെന്ന് ഗണേഷ് കുമാർ ആരോപിക്കുന്നു. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിന്നപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞ് തന്നെ പറ്റിച്ചുവെന്നും ഉമ്മൻചാണ്ടി തന്നോട് കാണിച്ചത് വലിയ ദ്രോഹമാണെന്നുമാണ് ഗണേഷ് കുമാർ പറഞ്ഞത്.